Hello, once again, welcome to English Wow. My name is Nishad. Is, are, am. Is, are, am എന്നുള്ള വാക്കുകൾ കുഞ്ഞൻ വാക്കുകളാണ്. നമ്മളെപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ്. ഇംഗ്ലീഷിൽ എപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന, സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴൊക്കെ നിരന്തരം പ്രത്യക്ഷപ്പെടുന്ന വാക്കുകളാണ്. പക്ഷേ ഈ വാക്കുകളുടെ ചില സമയത്ത് ഈ വാക്കുകൾ ചില സെൻറ്റൻസുകളിൽ വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈസ്, ആർ, ആം ഇവ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള കോണ്ടെക്സ്റ്റുകളിൽ വരുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ മീനിങ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതേസമയം പല സമയങ്ങളിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളും കൂടി ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഈ മൂന്ന് കാര്യങ്ങൾക്കും ഒരൊറ്റ മീനിങ് ആണ്. ഇപ്പോൾ ഈസ് ആണെങ്കിലും ആർ ആണെങ്കിലും ആം ആണെങ്കിലും ഇതിന് മൂന്നിനും ഒറ്റ മീനിങ് ആണ്. നമ്മളിപ്പോൾ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആണ് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാൻ. ഇപ്പോൾ ഞാനൊരു ടീച്ചറാണ്, ഇപ്പോൾ ആണ് എന്ന് പറയുമ്പോൾ അവിടെ ആ ആണ് എന്നതിനെ പറയാനാണ് ആം എന്നുള്ളത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ. അപ്പോൾ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നിനും ഒരേ അർത്ഥമാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങളും ഇതിൽ ഓരോ കാര്യങ്ങളും ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളുടെ കൂടെയാണ് അല്ലേ. ഇപ്പോൾ ആദ്യത്തെ വേർഡ് നമ്മൾ എടുക്കാം. അപ്പോൾ ഈസ് എന്നുള്ളത് എടുക്കാം. ഈസ് എന്നുള്ളത് നമ്മൾ ഏത് സബ്ജക്റ്റുകളുടെ കൂടെ ഉപയോഗിക്കുക? ഈസ് എന്നുള്ളത് നമ്മൾ സിംഗുലർ സബ്ജക്റ്റുകളുടെ കൂടെയാണ് ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ ഒരാൾ സബ്ജക്റ്റ് ആകുമ്പോൾ, ഇപ്പോൾ ഹീ അതല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് ഇങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ എവരി വൺ, സം വൺ, നോ വൺ, സ്റ്റുഡൻറ്റ് ഒക്കെ ഒരാളായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഈസാണ് ഉപയോഗിക്കുക. ഇതിൽ എവരി വൺ, സം വൺ, നോ വൺ, നോബഡി ഇങ്ങനെയൊക്കെ പറയുന്നത് സിംഗുലർ ആയിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. ആർ എന്നുള്ളത് നമ്മൾ ഏത് സബ്ജക്റ്റുകളുടെ കൂടെ ഉപയോഗിക്കുക? യു, വി, ദേ, പ്ലൂരൽ സബ്ജക്റ്റുകൾ, ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അങ്ങനെ ഒന്നിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? ആറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഐ എന്നുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ പ്രസൻറ്റിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള സംഗതിയാണ് എന്ത്? ആം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം. ആദ്യം നമുക്ക് ഈസ് എന്നുള്ള എക്സാമ്പിൾ വെച്ചിട്ട് സെൻറ്റൻസുകൾ നോക്കാം. ഹി ഈസ് എ ഡോക്ടർ. ഹി ഈസ് എ ഡോക്ടർ. അദ്ദേഹം ഒരു ഡോക്ടറാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഡോക്ടർ ആകുന്നു. ഷീ ഈസ് എ ടെന്നീസ് പ്ലെയർ. ഷീ ഈസ് എ ടെന്നീസ് പ്ലെയർ. അവളൊരു ടെന്നീസ് കളിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ടെന്നീസ് പ്ലെയർ ആണ് അല്ലെങ്കിൽ പ്ലെയർ ആകുന്നു. ഇനി ആർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലോ, വി ആർ വെരി ബിസി. വി ആർ വെരി ബിസി. ഞങ്ങൾ നല്ല ബിസിയാണ്, ഞങ്ങൾ നല്ല തിരക്കിലാണ്, അല്ലെങ്കിൽ ഞങ്ങൾ നല്ല തിരക്കിലാകുന്നു. ഞങ്ങൾ നല്ല തിരക്കിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ നല്ല തിരക്കിലാകുന്നു. വി ആർ ഇന്ത്യൻസ്. വി ആർ ഇന്ത്യൻസ്. ഞങ്ങൾ ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യക്കാരാകുന്നു. ആം എന്നുള്ളത് വെച്ചിട്ടാണെങ്കിലോ, ഐ ആം എ സീനിയർ അഡ്വക്കേറ്റ്. ഐ ആം എ സീനിയർ അഡ്വക്കേറ്റ്. ഞാനൊരു സീനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആണ്. അല്ലെങ്കിൽ ഐ ആം അറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഐ ആം അറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണ് അല്ലെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ഹീ ഈസ് എ ഡോക്ടർ. ഹീ ഈസ് കൺസൾട്ടിങ് പേഷ്യൻസ്. ഹീ ഈസ് എ ഡോക്ടർ. ഹീ ഈസ് കൺസൾട്ടിങ് പേഷ്യൻസ്. അയാളൊരു ഡോക്ടറാണ്. ഹീ ഈസ് കൺസൾട്ടിങ് പേഷ്യൻസ്. അയാൾ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈസ് എന്ന് പറഞ്ഞതിന് ശേഷം കൺസൾട്ടിങ് എന്ന് പറയുന്ന ഒരു വാക്കുകൂടി പറയുന്നുണ്ട്. ഒരു ING ഫോം അവിടെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അയാൾ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ആക്ഷനും കൂടി വരുന്നുണ്ട്. അപ്പോഴും അതിൻ്റെ അർത്ഥം മാറുന്നൊന്നുമില്ല. ആണ് എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. ആണ് അല്ലെങ്കിൽ ആകുന്നു, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഈസ് എ ഡോക്ടർ. അയാളൊരു ഡോക്ടറാണ്. ഹി ഈസ് കൺസൾട്ടിങ് പേഷ്യൻസ്. അയാൾ പേഷ്യൻസിനെ അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഷീ ഈസ് എ ടെന്നീസ് പ്ലെയർ. ഷീ ഈസ് എ ടെന്നീസ് പ്ലെയർ. ഷീ ഈസ് പ്ലേയിങ് നൗ. അവളൊരു ടെന്നീസ് പ്ലെയർ ആണ്. ഷീ ഈസ് പ്ലേയിങ് നൗ. അവളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഷീ ഈസ് പ്ലേയിങ് നൗ. ആ ഈസ് എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ പ്ലേയിങ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്താ വരിക? ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് പ്ലേയിങ് നൗ. നെക്സ്റ്റ് വൺ ഈസ് ദേ ആർ വെരി ബിസി. ദേ ആർ വർക്കിംഗ് നൗ. ദേ ആർ വെരി ബിസി. ദേ ആർ വർക്കിംഗ് നൗ. അവർ നല്ല ബിസിയാണ്, അവരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവരിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ വെരി ബിസി. ദേ ആർ വർക്കിംഗ് നൗ. വി ആർ ടീച്ചേഴ്സ്. ഞങ്ങൾ ടീച്ചേഴ്സാണ്. വി ആർ ടീച്ചിങ് നൗ. ഞങ്ങളിപ്പോൾ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ ടീച്ചേഴ്സ്. ഞങ്ങൾ ടീച്ചേഴ്സാണ്. വി ആർ ടീച്ചിങ് നൗ. ഞങ്ങളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം എ റൈറ്റർ. ഐ ആം എ റൈറ്റർ. ഞാനൊരു എഴുത്തുകാരനാണ്. ഐ ആം റൈറ്റിംഗ് എൻ ആർട്ടിക്കിൾ. ഐ ആം റൈറ്റിംഗ് എൻ ആർട്ടിക്കിൾ. ഞാനൊരു എഴുത്തുകാരനാണ്. ഞാനൊരു ആർട്ടിക്കിൾ എഴുതുകയാണ് അല്ലെങ്കിൽ ഞാനൊരു ആർട്ടിക്കിൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം എ റൈറ്റർ. ഐ ആം റൈറ്റിംഗ് ആൻ ആർട്ടിക്കിൾ.
ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് കൺഫ്യൂഷൻ ഈസ് ആർ ആം എന്നുള്ളതിൻ്റെ മേഖലയിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യം. ദിസ് പ്രോഗ്രാം ഈസ് കണ്ടക്റ്റഡ് എവറി ഇയർ. ദിസ് പ്രോഗ്രാം ഈസ് കണ്ടക്റ്റഡ് എവറി ഇയർ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ്? ദിസ് പ്രോഗ്രാം ഈസ് കണ്ടക്റ്റഡ് എവറി ഇയർ. ഇവിടെ നമുക്ക് ആണ് ആകുന്നു എന്നുള്ളൊരു അർത്ഥം നമുക്ക് അവിടെ ഈസിന് കൊടുക്കാൻ കഴിയില്ല. കാരണം ഇതൊരു പാസീവ് വോയിസിൽ വരുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഞാൻ ഇതിൻ്റെ മീനിങ് പറയാം. ഈ പരിപാടി എല്ലാ വർഷവും നടത്തപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഈ പരിപാടി എല്ലാ വർഷവും നടത്തപ്പെടുന്നു. അപ്പോൾ ആ ഈസ് ആർ ആം എന്നുള്ളതിന് ജനറലി നമ്മൾ കൊടുക്കുന്ന മീനിങ് ഇവിടെ കൊടുക്കാൻ കഴിയില്ല. അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ട് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും. അപ്പോൾ ഇതിൻ്റെ മീനിങ് വരുന്നത് ഇങ്ങനെയാണ്: ഈ പരിപാടി എല്ലാ വർഷവും നടത്തപ്പെടുന്നുണ്ട്. ദിസ് പ്രോഗ്രാം ഈസ് കണ്ടക്റ്റഡ് എവറി ഇയർ. അപ്പോൾ അവിടെ നമുക്ക് ഈസിന് നമുക്കൊരു ഉണ്ട് എന്നുള്ള മീനിങ് ഒക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. നോർമലി ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നുള്ള അർത്ഥം നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയില്ല. സോ ദിസ് പ്രോഗ്രാം ഈസ് കണ്ടക്റ്റഡ് എവറി ഇയർ. ദാറ്റ് മീൻസ് ഈ പരിപാടി എല്ലാ വർഷവും നടത്തപ്പെടുന്നുണ്ട്, നടത്തപ്പെടാറുണ്ട്, പതിവായിട്ട് നടത്തപ്പെടുന്നുണ്ട്. അതുപോലെ വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ പറയാം. ഫ്രഷ് വെജിറ്റബിൾസ് ആർ സോൾഡ് ഹിയർ. ഫ്രഷ് വെജിറ്റബിൾസ് ആർ സോൾഡ് ഹിയർ എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇവിടെ വിൽക്കപ്പെടുന്നു. സോ ആർ സോൾഡ് ഹിയർ. ഇതും പാസീവ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഫ്രഷ് വെജിറ്റബിൾസ് ആർ സോൾഡ് ഹിയർ, ഇവിടെ വിൽക്കപ്പെടുന്നു. ഇതുപോലെ തന്നെ ഒരു പാസീവ് വോയിസും കൂടി ഉണ്ട്. ഞാനൊരു സെൻറ്റൻസ് പറയാം. ദിസ് ഇഷ്യൂ ഈസ് ബീയിങ് ഡിസ്കസ്ഡ് എവറിവെയർ. ദിസ് ഇഷ്യൂ ഈസ് ബീയിങ് ഡിസ്കസ്ഡ് എവറിവെയർ. വാട്ട് ഈസ് ദ മീനിങ്? ഈ ഒരു ഇഷ്യൂ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പാസീവിലാണ്, പാസീവ് വോയിസ്, അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഒരു പാസീവ് വോയിസ് ആണിത്. ഒന്നുകൂടി പറയാം. ദിസ് ഇഷ്യൂ ഈസ് ബീയിങ് ഡിസ്കസ്ഡ് എവറിവെയർ. അപ്പോൾ അവിടെ ഈസ് എന്നുള്ളതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു അർത്ഥം അവിടെ കൊടുക്കാൻ കഴിയില്ല. ഇത് പാസീവ് വോയിസിൽ വരുന്ന സമയത്ത്, നമ്മൾ മൊത്തത്തിൽ പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരിക: ഈ വിഷയം എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലത്തെ ഒന്നും കൂടി, ഇന്നസെൻറ്റ് പീപ്പിൾ ആർ ബീയിങ് കിൽഡ്. ഇന്നസെൻറ്റ് പീപ്പിൾ ആർ ബീയിങ് കിൽഡ്. നിരപരാധികളായിട്ടുള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്യുന്നത് മറ്റേതോ ആളുകളാണ്. സോ ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് മറ്റാരോ ആളുകളാണ്, നമുക്കറിയാത്ത അതല്ലെങ്കിൽ അറിയുന്ന മറ്റേതോ ആളുകളാണ് ചെയ്യുന്നത്. ഇന്നസെൻറ്റ് പീപ്പിൾ ആർ ബീയിങ് കിൽഡ്, അതായത് നിരപരാധികളായിട്ടുള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഈ സംഗതി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈസ് ആർ ആം എന്നുള്ളത് ഇംഗ്ലീഷിൽ സെൻറ്റൻസുകളിൽ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള കോണ്ടെക്സ്റ്റുകൾ, അതുപോലെ തന്നെ അതിൻ്റെ മീനിങ്ങുകൾ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്. 60 ദിവസത്തെ പ്രാക്ടീസിങ് സെഷൻസ് ആണ്. ട്രെയിനറോടൊപ്പം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന 60 ദിവസത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള സെഷൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. വിൽ സീൻ അനദർ ക്ലാസ്. ബൈ ഫോർ നൗ.